പ്രിയപ്പെട്ടവരെ, ഇന്ത്യ രാഷ്ട്രത്തിന്റെ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയും ബഹുമാനിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ആഘോഷിക്കാൻ കഴിയൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നാമതായി, ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ പ്രത്യേകതകളാണ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അതായത് ഇവിടെയുള്ള നിയമ വ്യവസ്ഥിതികൾ നിലനിൽക്കുന്ന കോടതികൾ, ഈ കോടതികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഭരണഘടന ആ രീതിയിലാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. പക്ഷേ ജുഡീഷ്യറികളെ കയ്യിലൊതുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനം എങ്ങനെ ആഘോഷിക്കാൻ സാധിക്കും? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഭരണഘടന അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അത് തിരുത്തി എഴുതേണ്ട സാഹചര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും, ആഹ്ലാദിക്കാൻ കഴിയും? രണ്ടാമത്തെ കാര്യം, സ്വതന്ത്രമായ ഇൻഡിപെൻഡന്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്കോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഭരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനോ സംഘടനക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല നമ്മുടെ രാഷ്ട്രത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതിനെ അങ്ങനെ നിയന്ത്രിച്ചേ പറ്റൂ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ആരാവട്ടെ അവർക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ സാധിക്കുക? അതുപോലെ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് മതേതരത്വം എന്നറിയപ്പെടുന്നത്. ഈ മതേതരത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ BNS 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകൾ ഇതിൽ വ്യക്തമായി ഓരോ മതവിഭാഗത്തിനും അത് പ്രചരിപ്പിക്കുവാനും അതുപോലെ ഓരോ വ്യക്തിക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ഒരു വിഭാഗത്തിനെതിരെ തന്റെ അഭിപ്രായം പറയുമ്പോഴേക്ക് അതെല്ലാം രാഷ്ട്രവിരുദ്ധതയായി കണക്കാക്കുന്ന, രാഷ്ട്രത്തിനെതിരെയുള്ള കുറ്റങ്ങളായി കണക്കാക്കുന്ന ചില രീതികളുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ സാധിക്കുന്നത്? അതായത് ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങൾ അവർക്ക് വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയായി കാണുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇത് ആഘോഷിക്കാൻ സാധിക്കുക? 200 വർഷത്തിലധികം വരുന്ന ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിൽ നിന്നും ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ നമുക്കറിയാം ഓരോ വിഭാഗത്തിനും, അതായത് ഇന്ത്യയിലെ ഓരോ പൗരനും വോട്ടവകാശമുണ്ട്. അതിലൂടെ നേടിയെടുക്കുക, അതിലൂടെ വിജയം നേടിയെടുക്കുക, ഇതാണ് ഇവിടെയുള്ള ഭരണത്തിന്റെ യഥാർത്ഥമായ രീതി. എന്നാൽ അതിനെല്ലാം മറ്റൊരു തലങ്ങളിൽ കൊണ്ടുപോയി എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ച് ജയിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി കോപ്പ് കൂട്ടുന്ന ഏതെങ്കിലും വിഭാഗം ഇവിടെ ഉണ്ട് എങ്കിൽ ആ വിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ രാഷ്ട്രത്തിലുള്ള പ്രധാനമായും ന്യൂനപക്ഷങ്ങൾക്കെല്ലാം ഇന്ത്യ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ ദിനമെന്നത് വളരെ പ്രധാനപ്പെട്ട, ആഘോഷിക്കാൻ എല്ലാ അർത്ഥത്തിലും മനസ്സുകൊണ്ടും എല്ലാ രീതിയിലും കഴിയുന്ന കാര്യമാണ്. കാരണം ഈ ഭരണഘടന നിലനിൽക്കണം. ആ ഭരണഘടനയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ അടിക്കല്ല്, ആണിക്കല്ല് എന്ന് വിശ്വസിക്കുന്നവരാണ് അവരെല്ലാം. അതിനുവേണ്ടി ശബ്ദിക്കുന്നവരാണ്. അതിനെ കളങ്കപ്പെടുത്തുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ശബ്ദിക്കുന്നത്. അതിനെ കളങ്കപ്പെടുത്തുമ്പോഴും അതിനെതിരെയുള്ള നീക്കങ്ങൾ നടക്കുമ്പോഴുമാണ് അവരുടെ ഭാഗത്ത് ശബ്ദങ്ങളും സമരങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇന്ത്യ രാഷ്ട്രത്തിന്റെ മുൻഗാമികളായ ആളുകൾ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ സമര സേനാനികൾ ഇവിടെ ഏതൊരു ഭരണഘടനയാണോ സംവിധാനിച്ച് നമ്മുടെ മുന്നിൽ നൽകിയിട്ടുള്ളത് അതിനെ സംരക്ഷിക്കുവാനും അത് നിലനിർത്തുവാനും അതിൽ കൃത്രിമങ്ങളും അതുപോലെ തന്നെ വേണ്ടാത്ത രീതിയിലുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തി ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ പ്രവർത്തിക്കുന്ന രീതി ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ഉന്നതമായ ജനാധിപത്യം എന്നറിയപ്പെടുന്ന ഇന്ത്യ രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അത് തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാ അർത്ഥത്തിലും ഇന്ത്യക്കാരായ, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ഇവിടെ ജനാധിപത്യത്തിന്റെ ഉന്നതമായ മൂല്യങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന ബഹുമാനിക്കുന്ന, ഇവിടെയുള്ള ജുഡീഷ്യറിയെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം എങ്ങനെയാണോ നമ്മുടെ ഭരണഘടനയിൽ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിലനിൽക്കേണ്ടത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഓരോ പൗരനും സമാധാനിക്കുവാനും ആഘോഷിക്കുവാനും ഉള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സ്വാതന്ത്ര്യ ദിനം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായ മുഴുവൻ ആളുകളും ഇതിൽ ഞാൻ പറഞ്ഞ ഈ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഇന്ത്യ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്.